ഇനി CompTIA Security Plus. ഇതില് എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Domain 1 attacks, threats and vulnerabilities. Domain 1 weightage 24% ആണ്. അപ്പോൾ ടോട്ടൽ 100 മാർക്സ് ആണ് ക്വസ്റ്റൻ എങ്കിൽ 24 മാർക്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഡൊമൈൻ 1 attacks, threats and vulnerabilities. ഇതിൽ ആദ്യം നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സിൽ അറ്റാക്കേഴ്സ് യൂസേഴ്സിനെ കോണ്ടാക്ട് ചെയ്യും. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള യൂസേഴ്സിനെ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ട്രിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഫൂൾ ചെയ്യുക. അതുവഴി അവരെ ഇന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതാണ് പർപ്പസ്. അപ്പൊ അറ്റാക്കേഴ്സ് നമ്മുടെ യൂസേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡിൽ കോണ്ടാക്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ യൂസേഴ്സിനെ ടെലിഫോൺ വഴി വിളിക്കും, ടെലിഫോൺ മൊബൈൽ ഫോൺ വഴി കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് SMS മെസ്സേജസ് അയക്കും, അല്ലെങ്കിൽ ഇമെയിൽ വഴി ഫിഷിംഗ് ഇമെയിൽസ് വഴി കോണ്ടാക്ട് ചെയ്യും. ഇപ്പോ യൂസേഴ്സിന് വരുന്ന മെസ്സേജസിൽ ചിലപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരുന്ന മെയിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ നിന്ന് വരുന്ന മെയിലായിരിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ആയിരിക്കും. അപ്പൊ അവർ ശരിക്കും ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണെന്ന് വിചാരിച്ചിട്ട് അവർ അതിനകത്തുള്ള ചിലപ്പോൾ അറ്റാച്ച്മെന്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ നോക്കും. അപ്പോ ഒരു മാൽവെയർ ആ യൂസറുടെ മെഷീനിലേക്ക് ഡൗൺലോഡ് ആകുന്നു. എന്നിട്ട് ആ മാൽവെയർ എന്തെല്ലാം ചെയ്യാൻ അറ്റാക്കർ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അതുപോലെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ മറ്റൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ വെബ് പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നു. ആ വെബ് പേജിൽ കുറെ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ടാവും. അവിടെ എൻ്റർ ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം നേരെ അറ്റാക്കർക്ക് പോകും. അപ്പോ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സിന്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ടെക്നീക്സും, ഓൾ ടെക്നീക്സ്, എല്ലാ മെത്തേഡ്സും അത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എന്തെല്ലാം തരത്തിലുള്ള അറ്റാക്സ് ആണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടാതെ വേറെ എന്തെല്ലാം തരത്തിലുള്ള അറ്റാക്സ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. മാൽവെയറിനെ ഉപയോഗിച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഇപ്പോ മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ മാൽവെയറിന് പല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ മെഷീൻ സ്ലോ ആക്കാം, അല്ലെങ്കിൽ മെഷീൻ ഷട്ട് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഹാർഡ് ഡിസ്ക് എൻക്രിപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ മെഷീനിൽ ഇരുന്നുകൊണ്ട് മറ്റു മെഷീനുകളെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെ പല രീതിയിലും പല ടൈപ്സ് ഓഫ് മാൽവെയർസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഉള്ളത് പാസ്വേഡ് അറ്റാക്സ് ആണ്. പാസ്വേഡ് അറ്റാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു അറ്റാക്കർ ആണെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ആപ്ലിക്കേഷനിലേക്ക് എനിക്ക് കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പാസ്വേഡ് വേണം. പാസ്വേഡ് എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ പാസ്വേഡ് ക്രാക്കിംഗ് ടൂൾസ് വെച്ചിട്ട് ഞാൻ 1 by 1 ആയിട്ട് പാസ്വേഡ് ട്രൈ ചെയ്ത് ഞാൻ സക്സസ്ഫുൾ ആവണ വരെ അങ്ങനെ ട്രൈ ചെയ്യും. അപ്പോൾ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ പാസ്വേഡ് ഇല്ലാതെ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ ബ്രേക്കിംഗ് ചെയ്യാൻ ശ്രമിക്കില്ല. എന്തൊക്കെയാണ് പാസ്വേഡ് അറ്റാക്കിൽ വരുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഫിസിക്കൽ അറ്റാക്സ്. ഫിസിക്കൽ അറ്റാക്സ് എന്ന് പറയുമ്പോൾ അറ്റാക്കർക്ക് നേരെ കോണ്ടാക്ട് ഉണ്ട് നമ്മളുടെ സിസ്റ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിട്ട്. പിന്നെ സപ്ലൈ ചെയിൻ അറ്റാക്സ്. സപ്ലൈ ചെയിൻ അറ്റാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾക്ക് വെൻഡേഴ്സ് ഉണ്ടാവും. ഈ വെൻഡേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് നമുക്ക് ഒന്നില്ലെങ്കിൽ സിസ്റ്റംസ് തരും, അല്ലെങ്കിൽ സർവീസസ് തരും. ഇപ്പൊ ഞാനൊരു PC എൻ്റെ ഒരു വെണ്ടറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ PC തരുന്ന വെണ്ടർ അവർക്ക് മറ്റൊരുപാട് വെൻഡേഴ്സ് ഉണ്ടാവും, അവർക്ക് ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും. ആ സപ്ലയേഴ്സ് ആണ് ഇവർക്ക് ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നതും, മദർ ബോർഡ് കൊടുക്കുന്നതും, മെമ്മറി കൊടുക്കുന്നതും, CPU കൊടുക്കുന്നതും, അങ്ങനെ ഓരോന്നും കൊടുക്കുന്നതും മറ്റു വെൻഡേഴ്സ് ആയിരിക്കും. അത് അസംബിൾ ചെയ്തിട്ടാണ് അവർ നമുക്ക് PC തരുന്നത്. അപ്പോ എന്റെ വെണ്ടർ അവരുടെ സബ് വെണ്ടർ, ആ സബ് വെണ്ടർ ഒരു സബ് വെണ്ടർ
ഒരു മെമ്മറി സപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ആ മെമ്മറിക്കകത്ത് ഒരു മാൽവെയർ ഉണ്ട്. ആ മെമ്മറി എന്റെ വെണ്ടർക്ക് കൊടുക്കുന്നു. എന്റെ വെണ്ടർ ആ മെമ്മറി വെച്ചിട്ട് ഒരു PC അസംബിൾ ചെയ്ത് എനിക്ക് തരുന്നു. അപ്പൊ മാൽവെയർ എന്റെ കമ്പനിയിലേക്കും വന്നു. അപ്പോ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ലിങ്ക്, അതിനകത്ത് വരുന്ന എല്ലാ വെണ്ടേഴ്സും സബ് വെണ്ടേഴ്സും, ഇതാണ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിൽ കൂടെ വരുന്ന അറ്റാക്കുകൾ ഒരുപാട് ഈയിടെ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ സപ്ലൈ ചെയിൻ സെക്യൂരിറ്റി, എങ്ങനെ സപ്ലൈ ചെയിൻ അറ്റാക്കുകൾ നടക്കും, അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. സപ്ലൈ ചെയിൻ അറ്റാക്സ്. പിന്നെ നമ്മൾ ക്ലൗഡിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ട്. അവിടെ നടക്കുന്ന അറ്റാക്കുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഓഫീസ് പ്രെമിസസ് അവിടെ നടക്കുന്ന അറ്റാക്സ് എന്തൊക്കെയാണ്, ക്രിപ്റ്റോഗ്രഫിക് അറ്റാക്സ്. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി സാധാരണ നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിപ്റ്റോഗ്രഫി, എൻക്രിപ്ഷൻ, ഒതന്റിക്കേഷൻ, അതുപോലെ തന്നെ ഡേറ്റ ഇന്റഗ്രിറ്റി, അങ്ങനെ പല പല സർവീസസ് നമുക്ക് തരും. അപ്പൊ ക്രിപ്റ്റോഗ്രഫിയെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം, അതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൺസെപ്റ്റ്സ് നോക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക് കൺസെപ്റ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അത് സെക്യൂരിറ്റി ഏരിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അറ്റാക്സ് എന്തൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാം. അപ്പൊ ആദ്യത്തേൽ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നീക്സ് നോക്കും. രണ്ടാമത്തേൽ ഓവറോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് അറ്റാക്സ് ആണുള്ളത് നമ്മൾ നോക്കും. അതിനുശേഷം ആപ്ലിക്കേഷൻ അറ്റാക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോഫ്റ്റ്വെയറും വെബ് ആപ്ലിക്കേഷൻസും ഫേസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള അറ്റാക്കുകൾ എന്തൊക്കെയാണ്? പ്രിവിലേജ് എസ്കലേഷൻ. പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് അറ്റാക്കർ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യാം. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ അറ്റാക്ക്. ഇഞ്ചക്ഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഓതന്റിക്കേഷൻ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറ്റാക്കർക്ക് പാസ്വേഡ് അറിയില്ലെങ്കിലും ഇഞ്ചക്ഷൻ അറ്റാക്ക് വെച്ചിട്ട് ഓതന്റിക്കേഷനെ ബൈപ്പാസ് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. പിന്നെ ബഫർ ഓവർഫ്ലോ. ബഫർ ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റാക്കാണ് ബഫർ ഓവർഫ്ലോ. ഒരു ഡോസ് അറ്റാക്കാണ്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗിൽ അറ്റാക്കർ ഒരു വെബ്സൈറ്റിലേക്ക് ഒരു മാൽവെയർ അപ്ലോഡ് ചെയ്യും. മറ്റൊരു യൂസർ ആ വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ മാൽവെയർ റൺ ആവും. ആ മാൽവെയർ റൺ ആയിട്ട് ആ മാൽവെയർ എങ്ങനെയാണോ വർക്ക് ചെയ്യാൻ വേണ്ടി അറ്റാക്കർ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ അത് ആ മറ്റേ യൂസറുടെ മെഷീനിൽ വർക്ക് ചെയ്യും. റീപ്ലേ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു യൂസർ ഒരു സെർവർ ആയിട്ട് കണക്റ്റഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അവര് തമ്മിലുള്ള കണക്ഷൻ ഒരു സെഷൻ വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യണത്. ഒരു സെഷൻ ID വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. റീപ്ലേ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കർ ആ സെഷൻ ID കോപ്പി ചെയ്ത് അത് ഉപയോഗിച്ച് മറ്റേ സെർവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള അറ്റാക്സ് കുറെ ഉണ്ട്. അപ്പൊ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന അറ്റാക്സ് എല്ലാം ആപ്ലിക്കേഷൻ റിലവന്റ് ആയിട്ടുള്ള അറ്റാക്സ് ആണ്. അപ്പൊ ഈ അറ്റാക്സ് എല്ലാം നടക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ബേസിക് മെക്കാനിസം എന്താണ്, അങ്ങനെയുള്ള ചില ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള അറ്റാക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നെറ്റ്വർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അറ്റാക്സ്. നെറ്റ്വർക്കിൽ നമുക്ക് വയർലെസ് ഡിവൈസസ് ഉണ്ടാവും. വയർലെസ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ സാധാരണ ലാപ്ടോപ്പിന് വയർലെസ് ആയിട്ട് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 8.2.11 നമ്മുടെ സാധാരണ വയർലെസ് ആക്സസ് പോയിന്റ്, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അല്ലെങ്കിൽ 3G 4G 5G നെറ്റ്വർക്ക്സ്. അപ്പൊ ഇതെല്ലാം പിന്നെ RFID, റേഡിയോ ഫ്രീക്വൻസി ID. അപ്പോ ഇത്തരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയർലെസ് കണക്ഷൻസ് ഒരു IT ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറ്റാക്സ് എന്തൊക്കെയാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. മാൻ ഇൻ ദ മിഡിൽ, മാൻ ഇൻ ദ ബ്രൗസർ, ഇത് രണ്ട് അറ്റാക്സ് ആണ്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കർ രണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന A and B അതിന്റെ ഇടയിൽ വന്ന് നിൽക്കുക. അപ്പൊ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ
എ അയക്കുന്നത് അറ്റാക്കർക്ക് പോവും, ബി അയക്കുന്നത് അറ്റാക്കർക്ക് പോവും. പക്ഷേ എയും ബിയും അറിയുന്നില്ല ഇടയിൽ ഒരു അറ്റാക്കർ ഉണ്ടെന്നും അയാൾ അവരുടെ ഇൻഫർമേഷൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവർ ഇൻഫർമേഷൻ അയാൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ രണ്ട് എയും ബിയും അറിയുന്നില്ല. അതാണ് മാൻ ഇൻ ദ മിഡിൽ. ലെയർ 2 അറ്റാക്സ് എന്ന് പറഞ്ഞാൽ സ്വിച്ചസിനെതിരെയുള്ള അറ്റാക്സ് ആണ്. ചില ടിപ്പിക്കൽ അറ്റാക്സ് ആണ് ആർ പോയിസണിങ്, മാക് ഫ്ലഡിങ്, പിന്നെ DNS. DNS എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ DNS വേണം. DNS ഇല്ലാതെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പൊ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ DNSനെ അറ്റാക്ക് ചെയ്യലാണ്. DNSനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള ഇന്റർനെറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പൊ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DNS അറ്റാക്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഒരു സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനെതിരെ നടത്തുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഫ്രീസ് ആവും, ഹാങ് ആവും, അല്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ആകും, അല്ലെങ്കിൽ അത് റീസ്റ്റാർട്ട് ആവും, അല്ലെങ്കിൽ അതിലുള്ള ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ആയി പോകും. ഇതിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റാക്ക് നടക്കുന്നത് ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് മെഷീൻസ് ആവാം, ആയിരക്കണക്കിന് മെഷീൻസ് ആവാം, അല്ലെങ്കിൽ 10,000-കണക്കിന് മെഷീൻസ് ആവാം. ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള അനേകം മെഷീൻസ് ഒരു ടാർഗറ്റിനെ ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. അപ്പൊ ഇതാണ് നെറ്റ്വർക്കിംഗ് എൻവയൺമെന്റിൽ റെലവെന്റ് ആയിട്ടുള്ള സർട്ടൻ അറ്റാക്സ്. ഇനി ത്രെഡ്സ്, വെക്ടേഴ്സ്, ആക്ടേഴ്സ്, ത്രെഡ് ഇന്റലിജൻസ് സോഴ്സസ്. ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇൻഫർമേഷനെ ക്രിയേറ്റ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും സേവ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ കേപ്പബിലിറ്റി ഉള്ള എന്തൊരു അസറ്റിനെയും പറയുന്ന പേരാണ് ഇൻഫർമേഷൻ അസറ്റ്. അപ്പൊ അത് ഇൻഫർമേഷൻ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിസ്റ്റം, അത് ലാപ്ടോപ്പ് ആവാം, ഡെസ്ക്ടോപ്പ് ആവാം, മൊബൈൽ ഫോൺ ആകാം, സെർവേഴ്സ്, നെറ്റ്വർക്ക് ഡിവൈസസ്, റൗട്ടേഴ്സ്, സ്വിച്ചസ്, ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, ഇതൊക്കെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള എന്തും ത്രെഡ്സ് ആണ്. ഉദാഹരണത്തിന് ഒരു ഹാക്കർ എന്റെ നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ആപ്ലിക്കേഷൻ അറ്റാക്ക് ചെയ്യാം. പവർ ഔട്ടേജ് അതൊരു ത്രെഡ് ആണ്. പവർ ഔട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്റെ സിസ്റ്റം ഒക്കെ ഡൗൺ ആയി പോകും. എന്റെ സിസ്റ്റം ഡൗൺ ആയാലും പിന്നെ ആർക്കും കണക്ടിവിറ്റി കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ഉണ്ട്. ത്രെഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ത്രെഡ് എവിടെ നിന്നാണോ വരുന്നത്, എവിടെ നിന്നാണോ ത്രെഡ് ഒറിജിനേറ്റ് ചെയ്യണത്, അതാണ് ത്രെഡ് ആക്ടർ എന്ന് പറഞ്ഞാൽ. പല ടൈപ്പ് ത്രെഡ് ആക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണം APT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്പെഷ്യലൈസ്ഡ് ഹാക്കിംഗ് ഗ്രൂപ്പാണ്. അവരിൽ നിന്ന് ത്രെഡ് വരും. ഇൻസൈഡർ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അകത്ത് നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസ് ആണ് ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ. സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാക്കേഴ്സ് അല്ലെങ്കിൽ ഈ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്റ്റേറ്റ് ആണ്, ഗവൺമെന്റ് ആണ് സ്പോൺസർ ചെയ്യണത്. മിലിറ്ററി, എസ്പിയനാജ്, അങ്ങനെയുള്ളതൊക്കെയാണ് സ്റ്റേറ്റ് ആക്ടേഴ്സ്. അങ്ങനെ ഒരുപാട് ത്രെഡ് ആക്ടേഴ്സ് നമുക്കുണ്ട്. പിന്നെ ത്രെഡ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ത്രെഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള മീഡിയ. ത്രെഡ് വയർലെസ്സിൽ കൂടെ വരാം, ഇമെയിലിൽ കൂടെ വരാം, സപ്ലൈ ചെയിനിൽ കൂടെ വരാം. അപ്പൊ എന്തൊക്കെയാണ് ത്രെഡ് വെക്ടേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രെഡ് വെക്ടേഴ്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നുള്ള ത്രെഡ് ഇന്റലിജൻസ് ആണ്. അപ്പൊ നമ്മളുടെ പേർപ്പസ് സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലിന്റെ പർപ്പസ്. സൈബർ സെക്യൂരിറ്റി എന്തിനാ ഇംപ്ലിമെന്റ് ചെയ്യണത്? സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണത് നമ്മളുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ? സൈബർ സെക്യൂരിറ്റി ത്രെഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ്. അപ്പോ നമ്മളുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ത്രെഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം.
അപ്പൊ ഒരു സൈബർ സെക്യൂരിറ്റി എൻവയൺമെന്റിൽ എന്താണ് ത്രെഡ്സ്, ഇപ്പൊ നിലവിലുള്ള ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ത്രെഡ്സ് എന്താണെന്ന് നമ്മൾക്ക് റിയൽ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ത്രെഡ് ഇന്റലിജൻസ് സോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പല ടൈപ്പ് ത്രെഡ് ഇന്റലിജൻസ് സോഴ്സസ് ഉണ്ട്, അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ത്രെഡ് ഇന്റലിജൻസ് സോഴ്സസ് ത്രെഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അതിനെതിരെ എങ്ങനെ നമ്മളുടെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ നമ്മളുടെ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനി അടുത്ത വൾനറബിലിറ്റീസ് ആണ്. നമ്മൾ ത്രെട്ട് ഡിസ്കസ് ചെയ്തു. എന്താണ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ? ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈബർ സെക്യൂരിറ്റി എൻവയൺമെന്റിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റി നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എന്തും ഒക്കെ ത്രെട്സ് ആണ്. വൾനറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഫർമേഷൻ അസറ്റിലുള്ള വീക്ക്നെസ്സിനെ പറയുന്ന പേരാണ് വൾനറബിലിറ്റി. അപ്പൊ ത്രെട്ടും വൾനറബിലിറ്റി തമ്മിൽ ലിങ്ക് എന്താ? എപ്പോഴും ത്രെട്ട് വൾനറബിലിറ്റിയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യണത്. ഉദാഹരണത്തിന് എന്റെ സെർവറിൽ ആന്റിവൈറസ് ഇല്ലാന്ന് വിചാരിച്ചു, അതൊരു വീക്ക്നെസ് ആണ്, അതൊരു വൾനറബിലിറ്റിയാണ്. അപ്പോൾ ആന്റിവൈറസ് ഇല്ലെങ്കിൽ എന്റെ സെർവറിലേക്ക് ഒരു മാൽവെയർ ഡൗൺലോഡ് ആവും. അപ്പൊ മാൽവെയർ എന്ന് പറയുന്ന ഒരു ത്രെട്ടാണ് എന്നെ സംഭവിച്ചിടത്തോളം. അപ്പൊ ആ മാൽവെയർ എന്ന് പറയുന്ന ത്രെട്ട് എങ്ങനെ എന്റെ സെർവറിൽ വന്നു? ഒരു വൾനറബിലിറ്റി ഉള്ളതുകൊണ്ട്, ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ട്. ആന്റിവൈറസ് ഉണ്ടായിരുന്നെങ്കിൽ അത് വരില്ല. അപ്പൊ എപ്പോഴും ത്രെട്ട് വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഈ ത്രെട്ട് വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സൈബർ അറ്റാക്കുകൾ, നമുക്ക് സൈബർ ബ്രീച്ചസ് ഉണ്ടാവും. അപ്പോ ത്രെട്ടും വൾനറബിലിറ്റീസും എപ്പോഴും ലിങ്ക്ഡ് ആണ്. നമ്മളുടെ എൻവയൺമെന്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ത്രെട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, വൾനറബിലിറ്റിയെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പല ടൈപ്പ് വൾനറബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലൗഡ് എൻവയൺമെന്റിലുള്ള വൾനറബിലിറ്റീസ്, നമ്മളുടെ ഓഫീസ് പ്രമിസസിലുള്ള വൾനറബിലിറ്റീസ്. സീറോ ഡേ വൾനറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ഡേ വൾനറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ വൾനറബിലിറ്റീസിന് ഒരു പരിഹാരം ഇല്ല, ഇപ്പൊ പരിഹാരം വന്നിട്ടില്ല, നിലവിൽ വന്നിട്ടില്ല, നാളെ വരുമായിരിക്കും. കോൺഫിഗറേഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന നമ്മളുടെ കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാർ. ഉദാഹരണത്തിന് നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ പാർട്ട്നേഴ്സ്, നമ്മളുടെ വെൻഡേഴ്സ്, നമ്മളുടെ സപ്ലയേഴ്സ്, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ബോഡി, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി ബോഡി, ഇവരുടെ ഇത്തരം ആൾക്കാരും, ഇവരെയാണ് നമ്മളുടെ കമ്പനിക്ക് പുറത്തുള്ള ഇത്തരം ആൾക്കാരെ ആണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോ ഇന്റേണലി ഉള്ള ഒരു എംപ്ലോയീസ് അല്ലാത്ത ആരും, കമ്പനിക്ക് പുറത്തുള്ള ആരും, അതാണ് തേർഡ് പാർട്ടി. അപ്പൊ തേർഡ് പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. കാരണം നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോ ഈ തേർഡ് പാർട്ടിയുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഫർമേഷൻ ചിലപ്പോൾ തേർഡ് പാർട്ടിയും ആക്സസ് ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യണത്, അതേപോലെ തന്നെ തേർഡ് പാർട്ടിയും നമ്മളുടെ ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് തേർഡ് പാർട്ടി റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. പാച്ച് മാനേജ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. പാച്ച് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റംസും നമ്മളുടെ ആപ്ലിക്കേഷൻസും അതിലൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരു ഡിജിറ്റൽ ഡിവൈസ് ഇല്ലല്ലോ. എവിടെ സോഫ്റ്റ്വെയർ ഉണ്ടോ അവിടെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട വൾനറബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഈ വൾനറബിലിറ്റീസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മാനുഫാക്ചറർ റെഗുലർ ആയിട്ട് പാച്ച് റിലീസ് ചെയ്യും. അപ്പോൾ പാച്ച് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പാച്ച് മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. പിന്നെ ലീഗസി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വളരെ പഴയ സിസ്റ്റംസ്, ചിലപ്പോൾ അതിനിപ്പോ സപ്പോർട്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് ഉപയോഗിക്കാതെ ഇരിക്കാനും വയ്യ, കാരണം അത് വെച്ച് ചില സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഗസി ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട വൾനറബിലിറ്റീസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഉള്ളത് സെക്യൂരിറ്റി അസസ്മെന്റ് ആണ്. അപ്പോ നമ്മൾ ഇതേവരെ ഡിസ്കസ് ചെയ്തതിൽ
നമ്മൾ ആദ്യം സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്തൊക്കെയാണ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് കൂടാതെ മറ്റെന്തൊക്കെ തരത്തിലുള്ള അറ്റാക്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ ബേസ്ഡ് അറ്റാക്സ് എന്താണ്, നെറ്റ്വർക്ക് ബേസ്ഡ് അറ്റാക്സ് എന്താണ്, അത് പ്രത്യേകം നമ്മൾ നോക്കി. പിന്നെ ത്രെഡ്സ് എന്താണ്, പിന്നെ വൾണറബിലിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോ ഇനി അടുത്തത് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻവയൺമെന്റിൽ സൈബർ സെക്യൂരിറ്റി ഏത് ലെവൽ വരെ ഉണ്ട്, സാറ്റിസ്ഫാക്ടറി ആയിട്ട് സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യണം. ഇപ്പൊ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ജനറലി പറയുന്ന പേരാണ് കൺട്രോൾസ്. സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ട കൺട്രോൾസ് നമ്മൾ നമ്മുടെ എൻവയൺമെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. നാളെയും മറ്റന്നാളും ഒക്കെ ഈ പറഞ്ഞ കൺട്രോൾസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില മെത്തേഡ്സ് ആണ് സൈബർ സെക്യൂരിറ്റി അസസ്മെന്റ്. നമ്മൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റി അസസ് ചെയ്യണം, സാറ്റിസ്ഫാക്ടറി ആണോ അല്ലയോ എന്നുള്ള അസസ്മെന്റ് നമ്മൾ ചെയ്യണം. അതിന്റെ ഫസ്റ്റ് മെത്തേഡ്, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ത്രെഡ് ഹണ്ടിങ് ആണ്. ത്രെഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. സാധാരണഗതിയിൽ എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് അറിയുന്നു, എന്നിട്ട് നമ്മൾ അതിനെതിരെ നടപടിയെടുക്കുന്നു. അത് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല, അത് റിയാക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. സംഭവിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നു. പക്ഷെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് നമുക്ക് വേണ്ടത്. പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എൻവയൺമെന്റിലുള്ള ത്രെട്ട് ഒക്കെ അറിയുന്നു, ത്രെട്ട് ഇന്റലിജൻസ് വഴി നമ്മൾ ഇതെല്ലാം അറിയുന്നു. എന്നിട്ട് ഇത് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി ചെക്ക് ചെയ്യണം ഓരോ ത്രെട്ടും ഇത് നമ്മളുടെ എൻവയൺമെന്റിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ, അത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനെ പറയുന്ന പേരാണ് ത്രെട്ട് ഹണ്ടിങ്. നമ്മൾ ത്രെട്ട് തേടി പോവുകയാണ്. വൾണറബിലിറ്റി സ്കാൻ, ഇപ്പോ നമ്മൾ നേരത്തെ പാച്ച് മാനേജ്മെന്റ് പറഞ്ഞു. എവിടെ സോഫ്റ്റ്വെയർ ഉണ്ടോ അവിടെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് വൾണറബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ വൾണറബിലിറ്റീസിനൊക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. വൾണറബിലിറ്റീസിനൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പാച്ച് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. ഇപ്പൊ വൾണറബിലിറ്റി സ്കാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ എൻവയൺമെന്റിൽ നമ്മളുടെ കമ്പനിയിലുള്ള എല്ലാ സിസ്റ്റംസും ആപ്ലിക്കേഷൻസും അതിലൊക്കെ എല്ലാ പാച്ചും ഇൻസ്റ്റാൾഡ് ആണോ, അതിന്റെ കോൺഫിഗറേഷൻ ഒക്കെ സെക്യൂർ ആണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു വൾണറബിലിറ്റി സ്കാൻ നടത്തും. വൾണറബിലിറ്റി സ്കാന്റെ അവസാനം നമുക്ക് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിൽ നമ്മൾ സ്കാൻ ചെയ്ത വൾണറബിലിറ്റി സ്കാനിങ് ചെയ്യുന്ന ഒരു ടൂൾ വെച്ചിട്ടാണ്. ആ ടൂൾ വെച്ച് നമ്മൾ നമ്മുടെ സിസ്റ്റം ആപ്ലിക്കേഷൻ അതിലെ സ്കാൻ റൺ ചെയ്യും, റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടിൽ പറയും എന്താണ് വൾണറബിലിറ്റീസ്. വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് പാച്ചസ് എന്തൊക്കെയാണ്, കോൺഫിഗറേഷൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഇത് എന്നിട്ട് നമ്മൾ നമ്മളുടെ IT ടീമിന് കൊടുക്കും. IT ടീം അതനുസരിച്ച് ആ ഇഷ്യൂസ് ഒക്കെ ഫിക്സ് ചെയ്യും. പിന്നെ ഉള്ളത് സിമ്മാണ്, സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ടൂൾ. നമ്മളുടെ എൻവയൺമെന്റിൽ ഒരുപാട് സിസ്റ്റംസും ആപ്ലിക്കേഷൻസും ഉണ്ട്. അതിനകത്തേക്ക് ആൾക്കാർ കണക്ട് ചെയ്യുന്നു, അതിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആൾക്കാര് നമ്മളുടെ സിസ്റ്റത്തിലേക്കും ആപ്ലിക്കേഷനിലേക്കും കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം ഓരോ സിസ്റ്റത്തിലും എന്താ നടക്കണം നമുക്ക് അറിയണമല്ലോ. കാരണം നടക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കാം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാം. ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്യൂരിറ്റി വയലേഷൻസ് ആവാം. അപ്പോ സിസ്റ്റംസും ആപ്ലിക്കേഷൻസിലും നടക്കുന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ലോഗ് ചെയ്യും. ലോഗ് എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്തതെന്നൊക്കെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് ലോഗ്. ഈ ലോഗിനെ എല്ലാം റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ടൂളാണ് സിം ടൂൾ. അപ്പൊ സിം ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ലോഗിനെ മോണിറ്റർ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലോഗിലേക്ക് വരും. സിം ടൂൾ ലോഗ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇഷ്യൂസിനെ കുറിച്ച് ലോഗ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് സിം ടൂൾ റീഡ് ചെയ്യും. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കൊരു അലേർട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്കത് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അപ്പോ സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാനുവൽ ആയിട്ട് എംപ്ലോയീസ്, സൈബർ സെക്യൂരിറ്റി ടീമാണ് പോയിട്ട് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യണത്. ചില കേസസിലൊക്കെ നേരിട്ട് ഒരാൾ പോയി റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കേസസിൽ
ഒരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ടൂൾ വെച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് സെക്യൂരിറ്റി ഓർക്കസ്ട്രേഷൻ ഓട്ടോമേഷൻ ആൻഡ് റെസ്പോൺസ് ടൂൾസ്. അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. സെക്യൂരിറ്റി അസസ്മെന്റ് പോലെ നമ്മളുടെ എൻവയൺമെന്റിന്റെ സൈബർ സെക്യൂരിറ്റി പോസ്റ്റർ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് പെനട്രേഷൻ ടെസ്റ്റിംഗ്. പെനട്രേഷൻ ടെസ്റ്റിംഗിൽ എന്താ ചെയ്യണത്? വൾനറബിലിറ്റി പെനട്രേഷൻ ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് ആദ്യം വൾനറബിലിറ്റി അസസ്മെന്റ് നടക്കും. ശരിക്കും പറഞ്ഞാൽ പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൾനറബിലിറ്റി അസസ്മെന്റ് പ്ലസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് പെനട്രേഷൻ ടെസ്റ്റിംഗ്. വൾനറബിലിറ്റി അസസ്മെന്റ് ഭാഗമായിട്ട് നമ്മളൊരു വൾനറബിലിറ്റി സ്കാനിങ് ടൂൾ എടുക്കുന്നു, നമ്മളുടെ ടാർഗറ്റ് സിസ്റ്റത്തിനെ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ടാർഗറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, ഏതൊക്കെ പാച്ചസ് മിസ്സിംഗ് ആണ്, എന്തൊക്കെ കോൺഫിഗറേഷൻ ഇഷ്യൂസ് ഉണ്ട്. അതിനുശേഷം ഞാനൊരു പെനട്രേഷൻ ടെസ്റ്റർ ആണെങ്കിൽ ആ വൾനറബിലിറ്റീസിനെ ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കും. ആ വൾനറബിലിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പൊ ആ വൾനറബിലിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ആ ടാർഗറ്റ് സിസ്റ്റത്തിലേക്ക്, ആ ടാർഗറ്റ് ആപ്ലിക്കേഷനിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോ നമ്മളെ ശരിക്കും പറഞ്ഞ ടാർഗറ്റിലൊക്കെ പെനട്രേറ്റ് ചെയ്ത് കയറുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പെനട്രേഷൻ ടെസ്റ്റിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അത് നമ്മൾ കവർ ചെയ്യും. റീകോണസൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. നമ്മൾ വൾനറബിലിറ്റി സ്കാനിങ് നടത്തുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പെനട്രേഷൻ ടെസ്റ്റിംഗ് നടത്തുകയാണെങ്കിലും ആദ്യം നമ്മൾ നമ്മുടെ ടാർഗറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യും. കാരണം ടാർഗറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണമല്ലോ അതിനകത്തേക്ക് കണക്ട് ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് കയറാൻ. അപ്പോൾ ടാർഗറ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ അറിയുന്നതിനെ പറയുന്ന പേരാണ് റീകോണസൻസ്. അതുപോലെ തന്നെ പെനട്രേഷൻ ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പല ടൈപ്പ് ടീംസ് ഉണ്ട്. നമ്മളുടെ റെഡിനെസ്, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ഓർഗനൈസേഷന്റെ സൈബർ സെക്യൂരിറ്റി റെഡിനെസ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പ് ടീംസ് ഉണ്ട്. റെഡ് ടീം, ബ്ലൂ ടീം, വൈറ്റ് ടീം ആൻഡ് പർപ്പിൾ ടീം. അപ്പോ ഈ ടീംസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യണമെന്നുള്ളത് 1 by 1 ആയിട്ട് അതും നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യും. അപ്പോ ഡൊമൈൻ 1 നമ്മൾ മെയിൻലി നോക്കുന്ന കൺസെപ്റ്റ്സ് ഇതൊക്കെയാണ്. ത്രെഡ്സ് എന്താണ്, വൾനറബിലിറ്റീസ് എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള ത്രെഡ്സ് ആണ്, എന്തൊക്കെ തരത്തിലുള്ള വൾനറബിലിറ്റീസ് ആണ്, എന്തൊക്കെ തരത്തിലുള്ള അറ്റാക്സ് ആണ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻ സ്പെസിഫിക് അറ്റാക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് സ്പെസിഫിക് അറ്റാക്സ് എന്തൊക്കെയാണ്. പിന്നെ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ എൻവയൺമെന്റിന്റെ സൈബർ സെക്യൂരിറ്റി പോസ്റ്റർ ചെക്ക് ചെയ്യാൻ. നമ്മൾ സൈബർ സെക്യൂരിറ്റി സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എല്ലാ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം റിസോൾവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സെക്യൂരിറ്റി അസസ്മെന്റും അതുപോലെ തന്നെ പെനട്രേഷൻ ടെസ്റ്റിങ്ങും നടത്തും. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ ഇത്രയും കൺസെപ്റ്റ്സ്, ത്രെഡ്സ്, വൾനറബിലിറ്റീസ്, അറ്റാക്സ്, അതുപോലെ സെക്യൂരിറ്റി അസസ്മെന്റ് എങ്ങനെ നടത്താം എന്നുള്ള കാര്യം നമ്മൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നമ്മൾ കവർ ചെയ്തിരിക്കും.